അവസാനം ആ ഒരു കടുങ്കൈ നമ്മുടെ മിഥിലാജ് ചെയ്തു എന്നുള്ളതാണ്. എന്താന്നല്ലേ, എന്താണ് അൻസിബയ്ക്ക് എതിരെ ലക്ഷ്മി പ്രിയ പരാതിപ്പെട്ടത് നിങ്ങൾക്ക് അറിയണ്ടേ? ഇതാ പരാതിയുടെ കോപ്പിയാണ് മിഥിലാജ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് വൻ കോമഡി ആണെന്നുള്ളതാണ്. നിങ്ങളിതൊന്ന് കേട്ടു നോക്കിയ കേട്ടോ. SHO വുമൺസ് സെൽ തൃപ്പൂണിത്തറ. ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ കയ്യക്ഷരം തന്നെയാണെന്നുള്ളതാണ്. ഒരു തിരക്കഥാകൃത്ത് എഴുതിയതാണോ ഇത് എന്ന് നമുക്ക് തോന്നിപ്പോകും എന്നുള്ളതാണ്. പക്ഷെ വൻ ട്വിസ്റ്റ് ഉണ്ട് ഇതിന്റെ ഇടയിൽ. ഞാൻ പറഞ്ഞോളാം. ആശ എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകയുണ്ട്, അവരാണ് ഇതിന്റെ ഇടയിൽ കളിക്കുന്നതെന്ന് കൃത്യമായിട്ട് പുറത്തു വന്നു എന്നുള്ളതാണ്. ആരാ ആശ എന്നറിയില്ലേ? പ്രവീൺ പ്രണവ് വിഷയത്തില് അവരോട് പോലും ചോദിക്കാതെ പല ഡാറ്റാസും പുറത്തുവിട്ട് അവരെ നാണം കെടുത്തിയ ആശ എന്ന് പറയുന്ന വ്യക്തി ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഒരു മനുഷ്യാവകാശ പ്രവർത്തക. ഇതാ ഞാൻ പറഞ്ഞത്, ഇതിന്റെ പിന്നിൽ കളിക്കുന്ന ആൾ വൻ കോമഡിയാണ് എന്നുള്ളത്. ഒരുപാട് വിഷയങ്ങളുണ്ട്. സ്വന്തമായിട്ട് ടീംസിനെ രൂപീകരിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്നും ട്രോഫി വാങ്ങുന്നു. അത് ജനങ്ങൾ മനസ്സിലാക്കിയ ആ നിമിഷം പതുക്കെ അവർക്ക് മൊമെന്റം കിട്ടിയ ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അവർ തന്നെ കൊടുക്കുന്നു, അവർ തന്നെ വാങ്ങുന്നു, അത് ഡിലീറ്റ് ചെയ്തിട്ട് ഓടുന്ന അവസ്ഥ. സത്യം പറയട്ടെ, ഇവിടെ ഒരുപാട് ആളുകളെ പറ്റിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ ഈ ആശ ചേച്ചി. ആശ ചേച്ചി നമുക്ക് കൂടുതലായിട്ട് പറയാം, ലോഡ് തെളിവ് നമ്മളെ കയ്യിൽ കിടക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ ഒരു പരാതിയുടെ പകർപ്പൊന്ന് നോക്കാം. ബഹുമാനപ്പെട്ട സാർ, എന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ എന്റെ ഭർത്താവ് മൂലം അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് ഞാൻ ഇന്നേ ദിവസം ഒരു പരാതി തന്നിരുന്നുവല്ലോ. എന്റെ പൊന്നെ, ഭർത്താവ് കാരണം വലിയ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് അല്ലേ? നിങ്ങൾ ഭർത്താവിനെതിരെയാണോ പരാതി കൊടുത്തിട്ടുള്ളത്? ഭർത്താവിനെ എന്നിട്ട് അറസ്റ്റ് ചെയ്യുക, ചോദ്യം ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ആ പ്രശ്നങ്ങളുടെ മൂല കാരണം ഇക്കഴിഞ്ഞ ഡിസംബർ മാസം അൻസിബ ഹസൻ എന്ന എന്റെ സുഹൃത്ത്, നോട്ട് ദി പോയിന്റ്, അൻസിബ ഹസൻ എന്ന എന്റെ സുഹൃത്ത്, ഓക്കെ ഏതോ ഫ്ലാറ്റിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, എന്റെ ഫോണിലേക്ക് അയച്ച ഒരു മെസ്സേജിൽ നിന്നുമാണ്. ഓക്കെ, അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ദുബായി വെച്ച് ഞാൻ ഏതോ മോശം സാഹചര്യത്തിൽ മോശമായി ഒരാളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയുണ്ട് എന്നും ആ കുട്ടിയുടെ RJ ആയ ഏതോ സുഹൃത്തു പറഞ്ഞു എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും ഫോട്ടോ ഇല്ല എന്ന് എനിക്ക് 1000% ഉറപ്പായതിനാൽ അത്തരത്തിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരാൻ, ബാക്കി ഭാഗത്തൊന്നും കാണാനില്ല. പല പ്രാവശ്യം ഞാൻ വിളിച്ചു ചോദിച്ചിട്ടും ആ കുട്ടി ഉഴപ്പൻ മറുപടി പറയുന്നു എന്നൊരു സാധനമാണ്. കൊള്ളാം, നല്ല കയ്യക്ഷരം കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട് 20 ലക്ഷം രൂപയാണോ വാങ്ങിയത്? ഈ കയ്യക്ഷരം വെച്ചിട്ടാണോ തിരക്കഥ എഴുതി കൊടുക്കാൻ പോയത്? ഇത് ചാച്ചി എഴുതിയതല്ല എന്ന് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഈ മെസ്സേജ് എന്റെ ഭർത്താവ് കാണുകയും അന്നു മുതൽ എന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. ഈ വാർത്ത വായിക്കുന്ന സമയത്ത് വനിതാ കമ്മീഷൻ ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വലിയൊരു ഡൊമസ്റ്റിക് വയലൻസ് നടന്നിട്ടുള്ളത്. ഒരു ഫോട്ടോയുടെ പേരിലോ അല്ലെങ്കിൽ ഒരു വാക്കിന്റെ പുറത്തോ ഭർത്താവ് മാനസികമായി ശാരീരികമായി ഉപദ്രവിക്കുക എന്നൊക്കെ പറയുമ്പോൾ കേസെടുക്കണം, സ്വമേധയാ കേസെടുക്കണം. എനിക്കതാ പറയാനുള്ളത്. അതിനാൽ ബഹുമാനപ്പെട്ട മാഡം, എന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടാൻ എന്റെ ഭർത്താവിനൊപ്പം അൻസിബ ഹസൻ എന്ന എന്റെ സുഹൃത്തിനെയും ഇവിടെ വിളിച്ചു വരുത്തി ഇതേപ്പറ്റി ചോദിച്ച് ആ ഫോട്ടോ ഹാജരാക്കാൻ ആവശ്യപ്പെടണമെന്നും അത്തരം മോശമായ ഫോട്ടോ ഇല്ലെങ്കിൽ എന്റെ കുടുംബജീവിതം നശിപ്പിച്ചതിന് കാരണമായ ആ കുട്ടിക്ക് എതിരെ നടപടി സ്വീകരിക്കണമെന്നും താഴ്മയെ അപേക്ഷിക്കുന്നത്. പഞ്ചായത്ത് മെമ്പറുടെ അടുത്ത് കൊണ്ടുകൊടുക്കണം. ഇങ്ങനെയുള്ളത് പോലീസ് സ്റ്റേഷനിൽ മധ്യസ്ഥ വഹിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ല. എന്താ ബോധമില്ലേ? തിരക്കഥയൊക്കെ എഴുതുന്ന വലിയ ബോധമുള്ള ആൾക്ക് ഇതൊന്നും അറിയില്ലേ? പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് തീരുമാനിക്കുമോ? ഇല്ല, നിങ്ങൾ തന്നെയല്ലേ മേശൊക്കെ ചുറ്റിയിരുത്ത് തീരുമാനിക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു പരാതിക്ക് പുറത്ത് അവിടെ ആ പെൺകുട്ടിയെ 3 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ SHOക്ക് പിന്നെ പണി കിട്ടാതിരിക്കുകയോ? കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. കാരണം ഇവിടെ നടപടി എടുക്കേണ്ടത് ലക്ഷ്മി പ്രിയയുടെ ഭർത്താവിനെതിരെയാണ്. ഡൊമസ്റ്റിക് വയലൻസ് ആണ്. ഒരു സ്ത്രീയെ ശാരീരികമായി മാനസികമായി ഉപദ്രവിച്ചു, വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലേ? ഈ ഒരു പരാതി മാത്രം വരെ ഇവർക്കെതിരെ ആക്ഷൻ എടുക്കാം. എന്നിട്ട് ആക്ഷൻ എടുക്കാനില്ലേ? കൊള്ളാം, നല്ല അടിപൊളി. ഇത് നമ്മൾ പുറത്തു വിട്ടതല്ല കേട്ടോ. മിഥിലാജ് അബ്ദുൾ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ വൃത്തികേട് പറഞ്ഞപ്പോൾ അവർ പുറത്തുവിട്ട വിവരാവകാശ പ്രകാരം അവരെടുത്തിട്ടുള്ള ഒരു പരാതിയുടെ പകർപ്പാണ് ഇത് പുറത്തു വിട്ടിട്ടുള്ളത്. കൊള്ളാം. എന്തായാലും ലക്ഷ്മി പ്രിയ എന്നൊരു ഒപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആരാണ് എഴുതി പിടിപ്പിച്ചതെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. എന്റെ പൊന്നെ ആശ ചേച്ചി, ആളുകളുടെ ലൈഫ് ഇങ്ങനെ കോഞ്ഞാട്ടാക്കി കൊടുക്കല്ലേ. ഒരുപാട് സെലിബ്രിറ്റീസിന്റെ കാര്യങ്ങൾ പോയി ഇടപെട്ടിട്ട് എന്തൊക്കെ ഉടത്തര കാണിച്ചിട്ടുള്ളത്. 2012 മുതൽ ഒരു ഫാമിലിയെ പറ്റിച്ച് എത്രയോ ലക്ഷക്കണക്കിന് രൂപ കട്ട കഥയുണ്ട്. ഞങ്ങളുടെ കയ്യിൽ കൃത്യമായി തെളിവുണ്ട്. എന്റെ പൊന്നെ ആശ ചേച്ചി, പറയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഒന്നും ഞങ്ങളെ കൊണ്ട് പുറത്തിടിപ്പിക്കരുത്. ജെനുവിനായി പ്രവർത്തിക്കുന്ന ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്. അവരുടെ വില പോലും കളയാണ്. കമ്മീഷണർ ഓഫീസിന്റെ മുകളിൽ പോയിട്ട് ഒരു സ്ഥാപനം ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ അങ്ങ് വിശ്വസിക്കുമല്ലോ. അതിലേക്കാട് കയറി വന്ന പാവപ്പെട്ട മനുഷ്യന്മാരെ പറ്റിക്കാനാണോ ഇരിക്കുന്നത്? ഇപ്പൊ ലക്ഷ്മി പ്രിയക്ക് ഏറ്റവും വലിയ വിനയായത് ഈ ഒരു പരാതി തന്നെയാണെന്നുള്ളത്. ഈ പരാതി കോടതിയിലെത്തി എന്താവും അവസ്ഥ? എന്തുകൊണ്ട് ആ ഭർത്താവിനെ ചോദ്യം ചെയ്തില്ല എന്ന് ചോദ്യം വരും. ഒരു വനിതാ പോലീസ് ഓഫീസർ എടുത്തു പോയിട്ട് ഒരു പരാതി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് തീരുമാനം എടുക്കണം. ഇവിടെ അൻസിബയെ വിളിച്ചു കൊണ്ടുവരാൻ യാതൊരു റൈറ്റും ഇല്ല എന്ന് പറയുന്നത്. ഒരു സൈബർ കേസാണിത്, സൈബർ കേസ്. ഒരു നോട്ടീസ് അയച്ചാൽ അവർ വരണം, അവർ കാര്യം പറയണം, അത്രേ ഉള്ളൂ.
അതിനാണ് ഈ ഊളത്തരം കഴിഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം മിഥുൻ രാജ് വീണ്ടും ഒരു പോസ്റ്റ് ഇന്ന് ഇട്ടിട്ടുണ്ട്. അതും കൂടി നമുക്കത് വായിക്കട്ടെ. 3 മണിക്കൂർ മുമ്പ് ഇട്ടതാണേ. പ്രിയ അൻസിബ, നീ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരം നിന്റെ മൗനത്തിലുണ്ട്. ഇത്രയേറെ അനുഭവിച്ചിട്ടും ആരെ സംരക്ഷിക്കാനാണ് നീ ഇനിയും സത്യങ്ങൾ മറച്ചുവെക്കുന്നത്? ലക്ഷ്മിപ്രിയയുമായുള്ള വിഷയത്തിൽ നിന്റെ നിലപാടുകൾ പലപ്പോഴും അവ്യക്തമാണ്. ചില കാര്യങ്ങൾ തുറന്നു പറയാൻ നീ ഇനിയെങ്കിലും തയ്യാറാകണം. അതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാല് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കൊടുന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് ആ കേസിനെ ബാധിക്കും. ലക്ഷ്മിപ്രിയക്ക് അതിനുള്ള ബോധമില്ല. അൻസിബ അത് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പിന്തുണ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരം കാര്യങ്ങൾ പറയാത്തത്. അത് താങ്കൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. റാസൽ ഖൈമയിൽ കാന്താരി റെസ്റ്റോറന്റിൽ 2025 നവംബർ 2 നടന്ന പരിപാടിയിലേക്ക് ലക്ഷ്മിപ്രിയയുടെ കൂടെ വരാൻ നിന്നെ ക്ഷണിച്ചിരുന്നുവല്ലോ. ആ ക്ഷണം നീ എന്തുകൊണ്ട് നിരസിച്ചു എന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? സിനിമാ മേഖലയിലെ ചില വ്യക്തികളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ച് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ മാഫിയ സംഘത്തിൽ ലക്ഷ്മിപ്രിയക്ക് പങ്കുണ്ടെന്ന വിവരം നീ അറിഞ്ഞത് മൂലമാണോ നിന്റെ പ്രശ്നങ്ങൾ ആരംഭിച്ചത്? ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ നീ എന്തുകൊണ്ട് മടിക്കുന്നു? റാസൽ ഖൈമയിലെ കാന്താരി റെസ്റ്റോറന്റ് കേട്ടിട്ടുണ്ട് ഈ പേര് മുന്നേ എപ്പോഴെങ്കിലും? 2 തവണ കേട്ടിട്ടുണ്ടാവും. 2 തവണ. ഒന്ന് രേണുസുതിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറയുന്ന പേരാണ് കാന്താരി റെസ്റ്റോറന്റ്. വെക്കട്ടെ അവിടെ. അതുപോലെ തന്നെ ഫിറോസ് ഖാൻ പറഞ്ഞ വാക്കിലും ഇത്തരം റെസ്റ്റോറന്റുകളുടെ പേരുണ്ട്. ദുബായ് കേന്ദ്രീകരിച്ചിട്ട് നടക്കുന്ന ഇല്ലീഗലായ പ്രവർത്തനങ്ങളും റസൂൽ പൂക്കുട്ടിയുടെ പേര് പോലെ അതിലേക്ക് വലിച്ചിഴക്കി നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ വലിയ ഒരു സംഘം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പോ അൻസിബയെ തകർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയ ആളുകളിൽ ഒരാളാണ് ഈ പറയുന്ന ലക്ഷ്മിപ്രിയ. പിന്നെ നമ്മളെ ആശ ചേച്ചിക്കുള്ളൊക്കെ തര ഭാവിയിൽ ദുബായിൽ പോയപ്പോൾ ഫോട്ടോ എടുത്തിരുന്നോ എന്ന വളരെ ലളിതമായ ചോദ്യം ചോദിച്ചതിനാണ് ലക്ഷ്മിപ്രിയ നിനക്കെതിരെ കേസ് നൽകിയത്. ആ പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ നീ തയ്യാറുണ്ടോ? അന്ന് റാസൽ ഖൈമയിൽ നടന്ന സംഭവങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വരുമെന്ന ഭീതിയിലാണോ ലക്ഷ്മിപ്രിയ ഇത്തരം ഒരു കേസിന് മുതിർന്നത്? തന്റെ രഹസ്യങ്ങൾ നിന്റെ കൈവശമില്ലെന്ന് ഉറപ്പുവരുത്താനാണോ അവർ നിയമത്തെ കൂട്ടുപിടിച്ചത്? എന്തായാലും പോലീസ് സ്റ്റേഷനിൽ മധ്യസ്ഥം വഹിക്കുന്ന പരിപാടി ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് കേട്ടോ. കൂടാതെ ലക്ഷ്മിപ്രിയയുടെ സുഹൃത്തായ ആശ തൃപ്പൂണിത്തറ നിനക്ക് നൽകിയ വിവരങ്ങളും ശ്രദ്ധേയമാണ്. മകളുടെ പേരിൽ നടത്തുന്ന സൊസൈറ്റിയുടെ മറവിൽ നടക്കുന്ന മണി ലോണ്ടറിംഗ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകൾ അറിഞ്ഞ നിമിഷം മുതലാണോ നിങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിച്ചത്? ഈ സാമ്പത്തിക തിരിമറികൾ എന്തുകൊണ്ട് നീ ഇതുവരെ പുറത്തയച്ചില്ല? ഈ ലക്ഷ്മിപ്രിയയുടെ സുഹൃത്തായ ആശ തൃപ്പൂണിത്തറയാണ് ഞാൻ പറഞ്ഞ ആ മനുഷ്യാവകാശ പ്രവർത്തക കേട്ടോ. ഒരുപാട് തട്ടിപ്പുകൾ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്ന വിഷയം പ്രവീൺ പ്രണവ് വിഷയമാണെന്നുള്ളതാണ്. അവരുടെ ഇടയിൽ കളിച്ച് അവർ നല്ലൊരു കളി കളിച്ചിട്ടുണ്ട്. എന്റെ അറിവിൽ ഒരു മനുഷ്യവകാശ പ്രവർത്തകനും എന്തെങ്കിലും നമുക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രൂപ പോലും വാങ്ങിയില്ല. പക്ഷെ ലക്ഷങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ട് ഊളത്തരം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ആശാ തൃപ്പൂണിത്തറ. അതൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് വിത്ത് എവിഡൻസ് അങ്ങോട്ട് പൊളിച്ചടക്കും. വിത്ത് എവിഡൻസ്. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. കാരണം ജെനുവിനായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകർക്ക് ഒരു നാണക്കേടാണ് ഇവരെ പോലെയുള്ള ആളുകൾ. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കും ഭാവിയിൽ. അത് നമുക്ക് പൊളിച്ചടക്കുക തന്നെ വേണം. എന്തൊക്കെയാണ് കാണിച്ചത് നമുക്ക് അതിൽ തെളിവുണ്ട് എന്നുള്ളതാണ്. അൻസിബ, ഇനിയും ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്. ടിനി ടോമിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ നിന്റെ നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയാകും. ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നു. നിന്റെയും നിന്റെ അഭിഭാഷകന്റെയും അനുവാദത്തിനായി ഇനിയും കാത്തു നിൽക്കാൻ ഞാൻ തയ്യാറല്ല. ആ പരാതിയുടെ പകർപ്പ് ഞാൻ പുറത്ത് വിടുകയാണ്. അങ്ങനെ ആ പരാതിയുടെ പകർപ്പാണ് ഞാൻ നേരത്തെ വായിച്ചു കേൾപ്പിച്ചത്. സോഷ്യൽ മീഡിയ വഴി ഒരു പക്ഷേ ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ഈ സമയത്ത് അദ്ദേഹം വേറെ വല്ല കാര്യങ്ങൾ പുറത്ത് വിട്ടിട്ടുണ്ടോ എന്ന് പറയാനൊന്നും കഴിയില്ല. എന്തായാലും ഒന്നേ പറയുന്നുള്ളൂ, ഇങ്ങനെ കുറെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നവര്, ജെന്യുവിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകനും ഒരു രൂപ പോലും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങില്ല. എന്റെ കയ്യിൽ വളരെ തെളിവോട് കൂടിയിട്ട് മറ്റൊരു കാര്യം കൂടെ കിടക്കുന്നുണ്ട്. 2012 മുതൽ ഒരു വ്യക്തിയുടെ കൃത്യമായ ഡാറ്റ കയ്യിൽ കിടക്കുന്നുണ്ട്. ഇവരെ കമ്മീഷണർ ഓഫീസിന്റെ മുകളിൽ മനുഷ്യാവകാശ പ്രവർത്തകയാണെന്ന് പറഞ്ഞ് ലാബിലും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ കാണുമ്പോൾ അടിയിൽ പോലീസുകാർ നിൽക്കുന്നു. അതിനിടയിലൂടെ കോണിയിലൂടെ കയറി ചെല്ലുന്ന ഇവരുടെ ഓഫീസിലേക്ക് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യത ഏറെയാണെന്നുള്ളതാണ്. ഞാൻ കാര്യമായിട്ട് പറയാണ്, നിങ്ങൾ ഇത്തരം കുഴിയിൽ പോയി പെടരുത്. ആശാ തൃപ്പൂണിത്തറ ഇവരുടെ അടുത്തേക്കൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു ലോ കൺസൾട്ടന്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഥ കഴിഞ്ഞ്. നിങ്ങൾ കായ് കൊടുക്കേണ്ടി വരും. പൈസ കൊടുത്ത് ഹ്യൂമൻ റൈറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പറ്റിക്കലാണ്. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ജെന്യുവിനായി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വളരെ പ്രധാനപ്പെട്ട വലിയ വലിയ കേസുകളിൽ കൃത്യമായിട്ട് നിലപാടെടുത്ത് അവരെ സഹായിക്കുന്ന നല്ല മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട് എന്നുള്ളതാണ്. അവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ജയചന്ദ്രൻ സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെ പറ്റിക്കപ്പെടരുത് നിങ്ങൾ. ലക്ഷ്മിപ്രിയ ശരിക്ക് പോയിട്ട് പണി വാങ്ങിയിരിക്കുകയാണ്. ലക്ഷ്മിപ്രിയ പറഞ്ഞ വാക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട്. ഇപ്പൊ അൻസിബ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാ കാര്യങ്ങളും പറയാത്തത്? അതാണ് വ്യത്യാസം എന്നുള്ളതാണ്. മണ്ടത്തരാണ് ഇപ്പൊ ലക്ഷ്മിപ്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല കിടിലം പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത്. എന്തായാലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ലക്ഷ്മിപ്രിയയെ,
അവർ വെറുതെ കിടന്നിട്ട് കുരച്ചിട്ട് ഒരു കാര്യമില്ല എന്നേ പറയാനുള്ളൂ. നിയമപ്രകാരം ഇപ്പോ ലക്ഷ്മി പ്രിയക്ക് പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ കുടുക്കുണ്ടാക്കിയിട്ടുണ്ട്. അത് ആശ എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കാര്യമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കൈയക്ഷരം കണ്ടില്ലേ, അത് ആരെഴുതിയതായിരിക്കും? എനിക്ക് തോന്നുന്നില്ല അത് ലക്ഷ്മിപ്രിയ എഴുതിയതാണെന്ന്. കാരണം ലക്ഷ്മിപ്രിയ പുസ്തകങ്ങളൊക്കെ എഴുതിയ ഒരു വ്യക്തിയാണ്. അവരുടെ കൈയക്ഷരം കുറച്ചും കൂടി വൃത്തിമെടുപ്പുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഒപ്പ് മാത്രം ചിലപ്പോൾ വെച്ചു കൊടുത്തതാവും. ഇനി ഒപ്പ് പോലും ആര് വെച്ചാണ് ദൈവം നമ്പുരാൻ അറിയാം. ഇനി അവർ തന്നെയാണ് ഇതൊക്കെ ചെയ്തത് എങ്കിൽ പോലും ഊളത്തരാണെന്നുള്ളതാണ്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ തല്ലിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ഈ പോലീസ് സ്റ്റേഷനിലേക്കല്ല, കൂടെ കുടുംബ കോടതിയിലേക്കൊക്കെ പോയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കി പോകും. അല്ലാതെ ഇവിടെ കിടന്ന് കൊണച്ചിട്ട് ഒരു കാര്യമില്ല. എന്നും അൻസിബയോടൊപ്പം ജസ്റ്റിസ് ഫോർ അൻസിബ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.